പ്രിയപ്പെട്ടവരെ, തപസ് കാലത്തിൻ്റെ 5-ാം വാരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിബന്ധം ശക്തിപ്പെടുത്താനുമുള്ള അവസരമാണ്. ക്രൂശിതനായ യേശുവിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ സഹനങ്ങളെയും പുണ്യങ്ങളാക്കുവാൻ ഈ കാലഘട്ടം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കാൽവരിയിൽ സഹനം മാത്രമല്ല, മറിച്ച് ക്ഷമയും കരുണയും പ്രത്യാശയും പാപപരിഹാരവുമെല്ലാം നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കും. ഇന്നത്തെ 1-ാമത്തെ വായനയിലൂടെ യേശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നും നമുക്ക് പുതിയ വഴികൾ തുറന്നു തരും എന്നുമാണ്. കഴിഞ്ഞ കാലത്തെ വേദനകളും സഹനങ്ങളും ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം ദൈവം നൽകുന്ന പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുവാനുള്ള ക്ഷമ നമ്മൾ വളർത്തിയെടുക്കണമെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിനെ പ്രതി സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണെന്ന് യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന നിത്യസമ്മാനത്തിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു എന്നുമാണ്. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളെയും പദവികളെയും ഉയർച്ചകളെയുമെല്ലാം ക്രിസ്തുവിനെ അറിയുന്നതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മുൻപിൽ നിസ്സാരമാണ്. ക്രിസ്തുവുമായി അടിപതറാത്ത ആത്മബന്ധം സ്ഥാപിക്കുന്നതിൽ നാം സന്തോഷം കണ്ടെത്തണം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ജീവിതത്തെ ഒരു ഓട്ടവുമായി താരതമ്യപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ ഒരു ഓട്ടവുമായി താരതമ്യപ്പെടുത്താം. അവസാന ലക്ഷ്യമായ ക്രിസ്തുവിൻ്റെ വിളിയിലേക്കുള്ള ഓട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പരിശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നാം കാണുന്നത് യേശുവും പാപിനിയായ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ്. ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത് യേശുവിൻ്റെ കരുണയുടെയും ക്ഷമയുടെയും ആഴമാണ്. നിയമമനുസരിച്ച് കല്ലെറിയപ്പെടേണ്ട ഒരു സ്ത്രീയെ യേശു കുറ്റം വിധിക്കാതെ വിട്ടയക്കുന്നു. ഇവിടെ യേശു നിയമത്തിൻ്റെ കഠിനമായ മുഖം കാണിക്കുന്നില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ മുഖം കാണിക്കുന്നു. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് യേശു അരുളി ചെയ്തുകൊണ്ട് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിനും പകരം അവരെ സ്നേഹത്തോടെ തിരുത്തുകയും അവർക്ക് ഒരു പുതിയ ജീവിതം നൽകുകയും ചെയ്യുന്നു. യേശുവിൻ്റെ ക്ഷമയും കരുണയും സ്നേഹവും നമുക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും അവർക്ക് ഒരു പുതിയ തുടക്കം നൽകുവാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഈ 3 വായനകളും നമ്മെ പ്രചോദിപ്പിക്കുന്നത് ക്രിസ്തുവിനും അവിടുത്തെ സ്നേഹത്തിനും കരുണയ്ക്കും നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് ക്രൂശിതനായ യേശുവിൽ അഭയവും ആശ്രയവും കണ്ടെത്തുവാനാണ്. തപസ്സുകാലത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനുള്ള നമ്മുടെ സഭാസ്ഥാപകനായ ആദരണീയനായ ആൻ്റണി പഗാനിയച്ചൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പഗാനിയച്ചൻ പറയുന്നു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച ദൈവത്തിൻ്റെ പുത്രനും കന്യകാമറിയത്തിൻ്റെ സുതനുമായവൻ്റെ മുൻപിൽ കഠിന ഹൃദയനായിരിക്കുവാൻ ആർക്ക് കഴിയും? അവിടുന്ന് ഹൃദയത്തിൽ നമുക്ക് വേണ്ടി നൽകിയ ഇത്ര വലിയ സ്നേഹവും നമുക്ക് വേണ്ടി സഹിച്ച് നേടിത്തന്ന പീഡാസഹനത്തിൻ്റെ ഓർമ്മകളും ഹൃദയത്തിൽ സൂക്ഷിക്കാത്തവരായി ആരാണുണ്ടാവുക? അവൻ്റെ പീഡകളെക്കുറിച്ചുള്ള വേദനയുടെ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ച് അവനോടുകൂടെ സഹിക്കുവാനുള്ള ആഗ്രഹത്തോടെ തൻ്റെ ഹൃദയനാഥൻ്റെ ആർദ്ര സ്നേഹം അനുകരിച്ച് ജീവിക്കണമെന്ന് പഗാനിയച്ചൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു.
പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ ഉയർപ്പ് തിരുനാൾ അർത്ഥപൂർണമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇത്ര നല്ല ദൈവത്തോ